നമ്മുടെ കവരത്തി കപ്പൽ ഹോൺ അടിക്കുന്നുണ്ടോ നമ്മുടെ ബോട്ട് മുന്നിൽ കൂടെ പോയിട്ട്. അപ്പോൾ അത് ഈ ഒരു റോളിങ്ങും കാര്യങ്ങളും കണ്ടോ, നമ്മുടെ ആ ഒരു മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കോളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ കടലിലേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യാനും വീഡിയോന് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കടലിലേക്ക് പണിക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്രാങ്ക് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് വല പിടിക്കാനൊന്നും പറ്റാത്തതിൻ്റെ പേരിൽ നേരെ ഓടി അടുത്തുള്ള ഹാർബർ ഏതാണ് അങ്ങോട്ടാണ് നമ്മൾ ഓടി കയറിയത്. അപ്പോൾ നമ്മളിപ്പോൾ കയറിയത് കൊച്ചി തോപ്പുംപടിയിലാണ്. തോപ്പുംപടിയിലെ ഹാർബറിൽ നിന്ന് ഇപ്പോൾ കാലാവസ്ഥ നമുക്ക് അനുകൂലമായി കഴിഞ്ഞപ്പോൾ കടലിലേക്ക് പണിക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഷിപ്പ്, അതുപോലെ കോസ്റ്റ് ഗാർഡ്, നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അപ്പോൾ ഓടി വന്നവരാണ്ട് നമ്മുടെ കോസ്റ്റ് ഗാർഡ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടെയ്നർ ടെർമിനലിൽ ഇഷ്ടംപോലെ പടുകൂറ്റൻ ഷിപ്പുകളൊക്കെ ചരക്കപ്പലൊക്കെ ഒരുപാട് ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ കസ്റ്റംസിൻ്റെ ആ ഒരു ബോട്ടാണ്, സ്പീഡ് ബോട്ടാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഷിപ്പിനേക്ക് അസിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ടഗ് ബോട്ടില്ലേ, ആ ടഗ് ബോട്ടാണ് ഈ വന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ LNG ടെർമിനലാണ്. അപ്പോൾ അത് ഇവിടെ ഒരു ഷിപ്പ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ, LPGയുടെ ഒരു ഷിപ്പ് വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ ആ ഒരു കാറ്റും കോളിൻ്റെയും ചെറിയ രീതിയിലുള്ള ഒരു ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളൊക്കെ കടലിലുണ്ട് കേട്ടോ. ഇന്നത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്രാങ് കേട്ടോ. സേവിയർ എന്നാണ് സ്രാങ്ങിൻ്റെ പേര്. ബീന എന്ന് പറഞ്ഞ ബോട്ടിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അതുപോലെ നമ്മുടെ ബോട്ടിലെ പണിക്കാർ ചേട്ടന്മാരാണ് ഇതെല്ലാം. എല്ലാവരെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തോട്ടെ. സ്രാങ് ഇന്നലെ കടൽ എങ്ങനെയുണ്ടായി? ഇന്നലെ ഭയങ്കര റഫായിരുന്നു, ഒട്ടും വലിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര എന്താ പറയാ, ഈ കാറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, പ്രതീക്ഷിക്കാതെ ഒരു കാറ്റ് മൂളമായിരുന്നു. ആയിരിക്കും വലിക്കാൻ പറ്റും. ഒരുപാട് ബോട്ടുകൾ പല പല ബോട്ടുകൾ കയറിയിട്ടുണ്ട്. അതേപോലെ ഞങ്ങളും വേറൊരു ബോട്ടിലാണ് കയറിയത്. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പണിക്ക് പോകാൻ വേണ്ടി പോയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ? ഇപ്പൊ കാലാവസ്ഥ നല്ല സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. ഇന്നലെ ഉണ്ടായതിന്റെ 1% പോലും ഒട്ടുമില്ല, 100% പോലും ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും നല്ല സുന്ദരമായ അന്തരീക്ഷമാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ നേരെ പോവുകയാണ് കടലിലേക്ക്. അപ്പോൾ പോയിട്ടുള്ള ബാക്കിയുള്ള നമ്മുടെ മീൻപിടുത്തവും കാര്യങ്ങളെല്ലാം കാണാതെ ചേട്ടന്മാരെല്ലാവരും ബാക്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉറക്കത്തിലാണ്ട. അപ്പൊ ഞങ്ങൾ നേരെ വല പിടിച്ചിട്ട് നമുക്ക് കാണാം. ഇത് കണ്ട കടലിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു ബാർജാണ്ട് ഈ കാണുന്നത്. പയ്യെ ഇങ്ങനെ ആ റോളിങ്ങിൽ ഇങ്ങനെ ആടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ദൂരെ നോക്കിക്കഴിഞ്ഞപ്പോൾ നേവിക്കാരുടെ ആ ഒരു സ്പീഡ് ബോട്ട് ഉണ്ടല്ലോ, വെച്ച് പൊളിച്ച് വെറുതെ കടലിൽ കൂടെ പോകുന്നൊരു പോക്കാണ്ട് ഈ കാണുന്നത്. നല്ല സ്പീഡിലായിരുന്നു അവരാ പോയത്. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ തെറിക്കായിരുന്നു ആ ഒരു പോക്കിനകത്ത്. അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു നിലവിളി ശബ്ദം കേട്ടത്. വേറെ ആരുമല്ല കേട്ടോ, നമ്മുടെ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്ന കവരത്തി എന്ന് പറഞ്ഞ ഷിപ്പാണ് നമ്മുടെ അടുത്ത് വന്നത്. അത് ബോട്ട് നേരെ വന്നാണ്ടപ്പോൾ അവർ ഹോൺ അടിച്ച് നമ്മളൊന്ന് പേടിപ്പിച്ച് മാറ്റിയാണ്ടാകും. നേരെ ഇപ്പോൾ കൊച്ചിയിലേക്ക് റിട്ടേൺ പോണീ കാണുന്നത്. അങ്ങനെ ഒരു 2-2.5 മണിക്കൂറോളം നമ്മൾ ഓടിയിട്ട് നേരെ ആദ്യത്തെ വല നേരെ കടലിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ ഈ വല ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ദൂരമൊന്നും പോയിട്ടില്ല, ഇവിടെ അടുത്ത് തന്നെയാണുള്ളത്. എന്നാൽ റേഞ്ചിൽ ഒരു 10-24 മാറ് 24 ഭാഗം ആഴത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു വല ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മുടെ സീറോപ്പ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. സീറോപ്പ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സീ മാറ്റി നേരെ ബോർഡിലേക്ക് കൊടുക്കട്ടെ. ബോർഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബോർഡ് ഇറങ്ങിപ്പോണത് വയർ റോപ്പിൻ്റെ സഹായത്തോടെ ആയിരിക്കുള്ളൂ. പിന്നെ വയർ റോപ്പ് ആയിരിക്കുള്ളൂ ഫുള്ളി വലനെയും അതുപോലെ ബോർഡിനെയൊക്കെ വലിച്ച് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ബോട്ടിലെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഞ്ചിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യണത് സ്രാങ് തന്നെയുണ്ട്. കാരണം വീൽ ഹൗസിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ആ ഒരു ലിവർ ഇരിക്കുന്നത് കണ്ട. അപ്പോൾ സ്രാങ് തന്നെയാണ് ഇതെല്ലാം ചെയ്യണത്. അങ്ങനെ വല ഇട്ടതിന് ശേഷം നമ്മുടെ ആൻറ്റിച്ചേട്ടൻ നല്ലൊരു ഇഞ്ചിയൊക്കെ ചതച്ച് കിട്ടില്ല കട്ടൻ ചായ അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട് പോകേണ്ടത്. അതുപോലെ നമ്മളിപ്പോൾ വലിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിൻ്റെ മുകളിലിട്ടാണ് വലിക്കണം. അപ്പോൾ സ്രാങ്ക് GPS-ന് കറക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നോക്കിയാണ് വല കീറാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ജോമോൻ ചേട്ടൻ ഇവിടെ നമ്മുടെ ആ വീഞ്ചിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ടൈറ്റാണ് കാര്യങ്ങൾ ഓക്കെ ആണെന്നൊക്കെ ഉള്ളത്. അതുപോലെ നമ്മുടെ ചേട്ടന്മാർ ഇവിടെ സൈഡിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയുണ്ട്.
നമ്മ പണിക്ക് വരാൻ നേരത്ത് നമ്മുടെ ബോട്ടിനകത്ത് ബേക്കറിയും കൂടി എടുക്കട്ടെ. അത് ഈ വൈകുന്നേരം ചായയുടെ ഒപ്പം കഴിക്കാൻ ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ സ്രാങ്ക് ഉള്ളിൽ തന്നെ ആയിരിക്കുള്ളൂ. സ്രാങ്ക് സ്റ്റിയറിംഗ് ഇരിക്കണതിൻ്റെ വലിയ ഫുഡും ചായയൊക്കെ അവിടെ തന്നെ എത്തോട്ടെ. വലയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മഴക്കാര് പയ്യെ അവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു കാറ്റും ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് രാത്രിയിലത്തെ കാര്യം എന്തായിരിക്കുള്ളൂ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. അപ്പോൾ നമ്മുടെ വിൽസൺ ചേട്ടൻ ഇന്ന് രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് പുട്ടും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഗ്രീൻ പീസ് കറിയാണ് ഇന്ന് രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട്. എപ്പോഴും മീനൊന്നും ആയിരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ രാത്രിയിലത്തേക്ക് കഴിക്കാനുള്ള പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ബോട്ട് വല വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. സ്പീഡ് പണിയാണ് നമ്മൾ എടുക്കണേണ്ട. അപ്പോൾ ഇവിടെ കുറഞ്ഞ അയിലയും അതുപോലെ ഈ പറഞ്ഞ കിളിയൊക്കെ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പണിക്ക് ഇവിടെ വന്നേക്കണേ കേട്ടോ. കണ്ട ചെറിയ രീതിയിലുള്ള റോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, മഴ തുടങ്ങിയിട്ടുണ്ട്. പയ്യെ മഴ പൊടിഞ്ഞിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഓടി വീൽ ഹൗസിലേക്ക് കയറിയാണ്. ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വീണ്ടും നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ബോട്ടിൻ്റെ അണിയത്ത് നിന്ന്. അപ്പോൾ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് റോൾ ചെയ്യണ ഒരു കാഴ്ചയുണ്ട് ഈ കാണാൻ. ശരിക്കും മറ്റേ ഊഞ്ഞാല കിടന്ന് ആടൂല അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെ ഉണ്ട് കിടന്ന് ആടിക്കൊണ്ടിരിക്കണം. 104 അടിയുള്ള ബോട്ടാണ് ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെച്ചാൽ നമ്മൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ വല ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വല പിടിക്കും. അപ്പോൾ ഇന്നലത്തെ കാലാവസ്ഥ വെച്ച് നോക്കാൻ നേരത്തെ വളരെയധികം ശാന്തമാണ് കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇന്നലത്തെ വെച്ച് നോക്കാൻ നേരത്തെ ഇന്നലെ ഒട്ടും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും ചെറിയ രീതിയിലുള്ള റോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വല പിടിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളും കാണാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് കൊടുക്കാനായിട്ട് മറക്കരുത്. കടലിൽ പോകാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ ഈ വൈകുന്നേര സമയങ്ങളിൽ ഈ ബോട്ടിൻ്റെ മുമ്പിൽ അണിയത്ത് വന്നിരിക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കുള്ളൂ. അങ്ങനെ വല പിടിക്കാനായിട്ട് സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ വല പിടിക്കുകയാണ്. അപ്പോൾ വല പിടിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഒപ്പം ആദ്യം തന്നെ നമ്മുടെ വയർ റോപ്പാണ്ട കയറി തന്നെ വയർ റോപ്പ് ബീഞ്ച് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ട. അപ്പോൾ വല പിടിക്കുമ്പോൾ നമ്മുടെ ബോട്ട് ഇങ്ങനെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കും. അതുപോലെ കറക്റ്റ് ആ ഒരു വല പിടിക്കുന്ന ടൈം ആയപ്പോഴേക്കും ചെറിയ രീതിയിലുള്ള കാറ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ മഴ പൊടിയാണ് നോക്കി ചെറുതായിട്ട്. ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുള്ളൊരു കുരിശിയുണ്ടാണ്ട് ഈ കാണാം. കുരിശിയുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയണ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടതിൻ്റെ ആ മുതുകത്തുണ്ട് ആ ഒരു കുരിശ് പോലത്തെ ആ ഒരു ഡിസൈൻ വന്നതാണ്. അതുകൊണ്ടാണ് കുരിശിയുണ്ടെന്ന് വിളിക്കുന്നത്. അതേ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ റോളിംഗ് ഉള്ളപ്പോൾ നമ്മൾ ബാക്കിൽ നോക്കി നിൽക്കണം. അമരത്ത് നമ്മൾ ഈ കോടൻ്റെ കയറുന്ന സമയത്ത്. കാരണം ചരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇങ്ങനെ ആടി നമ്മുടെ മേത്തൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ നേരെ കടലിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ നമ്മുടെ മൂടുവല കയറിയിട്ടുണ്ട്, നമ്മുടെ കോടൻ്റെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതേ ചരക്ക് പൊട്ടിച്ച് കഴിയുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നോക്കാം. പ്രതീക്ഷ അത്ര ഒരു മീൻ ഉണ്ടായില്ലെന്ന് അറിയില്ല. പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കട്ടെ എന്തായാലും. ഇത് കണ്ട നമ്മ ചെമ്മീ പണിക്ക് പോകുമ്പോൾ കരയിലുണ്ടാവുന്ന സാധനമാണ് ഈ കടൽ ചെല്ലി എന്ന് പറയുന്ന സാധനം. മാൻഡി ഷ്രിമ്പ് എന്ന് പറയോട്ടെ. ആ സാധനമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വലിക്കുമ്പോൾ കിട്ടുന്നത്. കാരണം കടൽ ഇളകി കിടക്കുന്നതിൻ്റെ പേരിലാണ് ഈ സാധനങ്ങൾ ഇങ്ങനെ ഇവിടെ വലിക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ വലയെ കിട്ടുന്നുണ്ട്. തിരിയാൻ നേരത്ത് നമ്മുടെ ഈ ഒരു ചെല്ലിയുടെ മേത്ത് കൊണ്ട് കഴിഞ്ഞാൽ കൈമുറിയോട്ടെ. കാരണം അതിൻ്റെ മേത്ത് നല്ല അടിപൊളി മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഈ ബാക്ക് വെച്ച് അതിൻ്റെ വാല് വെച്ച് അടിക്കുകയൊക്കെ ചെയ്യും സാധനം കണ്ടോ. അപ്പോൾ നമുക്ക് നേരെ തിരിയാനായിട്ട് ഇരിഞ്ഞിരിക്കുക. ഓരോ മീനുകളെയും തിരിഞ്ഞിരിഞ്ഞു ഓരോരോ ബോക്സിലേക്ക് ആക്കട്ടെ. അപ്പോൾ അതായത് നമ്മുടെ കുഞ്ഞച്ചൻ ചേട്ടൻ്റെ കയ്യിൽ വലിയൊരു ആരലിനെ കിട്ടിയാണ്. ആരല് പാമ്പ് പോലിരിക്കണ മീനാണ്. മീനാണ്, പാമ്പല്ല. ആരല് ഈൽ ഫിഷിൻ്റെ വിഭാഗമാണ് ആരല്. അങ്ങനെ മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു മഴ വന്നിട്ടാണ്. മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് എണീറ്റൊന്നും പോകാൻ പറ്റൂല. അവിടെ നിന്ന് പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ പണി തീർക്കാണ്ട് നമുക്ക് പോകാൻ പറ്റൂല. മഴ വന്നാലും വെയിൽ വന്നാലും അതൊക്കെ അങ്ങോട്ട് കൊള്ളാം. അതാണ് നമ്മുടെ ഈ ഒരു കടലിലെ പണിയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റഫൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ വല പിടിച്ച് കയറ്റാനൊക്കെ പെടുന്ന പാട് അതൊരു 1.5 പാട് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഞാൻ നിങ്ങൾക്ക് ആ ഒരു റഫ് ടൈമിലുള്ള സംഭവം. അങ്ങനെ നമ്മുടെ ആങ്കർ തട്ടിയിടാണ്. ഇനിയിപ്പോൾ രാത്രി നമ്മൾ വലയിടൂല. നേരെ ഈ ആങ്കർ ഇട്ടിട്ട് നാളെ രാവിലെ ഇനി വലയിടോട്ടാ. ഞങ്ങളുടെ നൈറ്റ് ഫുഡാണ്ട പുട്ടും ഗ്രീൻ പീസ് കറി ഞങ്ങളെല്ലാവരും കഴിക്കാൻ പോയിട്ട്. നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ കാറ്റിലും കൂടുതലും കൂടെ കഴിക്കേണ്ട പുട്ടും ഗ്രീൻ പീസും ഉണ്ട്. അങ്ങനെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള തിരക്കിലാണ്ട. 5 ദിവസത്തെ ഫിഷിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ ഓരോ എപ്പിസോഡായിട്ടാണ് ഇറക്കണം. നല്ല കിടിക്കാച്ചി വീഡിയോസാണ്.
അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ആ ഒരു സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യട്ടെ. വീണ്ടും കിടിലൻ കിടുക്കാച്ച എപ്പിസോഡായിട്ട് നമുക്ക് കാണാം. ടാറ്റാ.